നമസ്കാരം, ഞാൻ ബിനോയ് ജോസഫ്. നമസ്കാരം, ഞാൻ ബിനിൽ കെ ബേബി, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. ജെഇമെയിൻ പരീക്ഷ അടുത്തടുത്ത് വരികയാണ്. കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെഇമെയിൻ 2026 ജനുവരി മാസത്തിലാണ് ആദ്യ സെഷൻ നടക്കുന്നത്. അതിന്റെ പരീക്ഷയെക്കുറിച്ചാണ് വിനോദ് സാർ സൂചിപ്പിച്ചത്. 2025 പരീക്ഷയാണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ എന്ന് പറയുന്നത്. ജെഇമെയിൻ 2025 എക്സാമിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും അതുപോലെ അതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ജെഇമെയിൻ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനായ ജെഇമെയിൻ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, വർഷത്തിൽ 2 പ്രാവശ്യമാണ് നടക്കുന്നത്. ജനുവരി മാസത്തിലും ഏപ്രിൽ മാസത്തിലുമാണ് പരീക്ഷ നടക്കുന്നത്. 2 സെഷനായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. 2 സെഷനായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ആ 2 സെഷനിലെ ബെസ്റ്റ് സ്കോർ ആണ് റാങ്കിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. നമുക്കിനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. നമ്മൾ ആദ്യം പേപ്പർ 1 ബിടെക് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മൊത്തം 75 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻ, ഫിസിക്സ് 25 ക്വസ്റ്റ്യൻ, കെമിസ്ട്രി 25 ക്വസ്റ്റ്യൻ, അങ്ങനെ മൊത്തം 75 ക്വസ്റ്റ്യൻ 300-ലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. പേപ്പർ 2A ബി ആർക്ക് പേപ്പർ 2A ബി ആർക്ക് ആകുമ്പോൾ നമുക്കറിയാം, മാത്തമാറ്റിക്സും ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ്ങും ചേർന്നുള്ള പരീക്ഷയാണ്. മൊത്തം മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻ, ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ, ഡ്രോയിങ് 2 ക്വസ്റ്റ്യൻ, അങ്ങനെ മൊത്തം 77 ക്വസ്റ്റ്യൻ ആണ്. 400-ലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ടോട്ടൽ മാർക്ക് 400-ലാണ്. ഈ പേപ്പർ 2B ബി പ്ലാനിങ് ആകുമ്പോൾ മാത്തമാറ്റിക്സും ആപ്റ്റിറ്റ്യൂഡും പ്ലാനിങ് ടൈപ്പ് ക്വസ്റ്റ്യനും ചേർന്നാണ്. മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻ, ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ, പ്ലാനിങ്ങിന്റെ 25 ക്വസ്റ്റ്യൻ, അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ ആണ്. 400-ലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഈ പരീക്ഷയെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT മോഡലാണ്. ഈ 3 പരീക്ഷ, അതായത് പേപ്പർ 1 ബിടെക്കും ബി ആർക്കും ബി പ്ലാനിങ്ങും നടക്കുന്നത്. ഡ്രോയിങ്ങിന് സെപ്പറേറ്റ് പെൻ ആൻഡ് പേപ്പർ ആണ്. ഇനി നമുക്ക് 2025 ജെഇമെയിൻ പരീക്ഷയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. മൊത്തം ജനുവരി മാസത്തിൽ ഫസ്റ്റ് ഫേസ് എഴുതിയത് 12,58,136 സ്റ്റുഡൻസ് ആണ്. ഇനി മൊത്തം ജനുവരി സെഷനും ഏപ്രിൽ സെഷനുമായിട്ട് മൊത്തം 14,75,103 സ്റ്റുഡൻസ് ആണ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത്. ഏകദേശം ഒരു 15 ലക്ഷത്തോളം കുട്ടികളാണ് ഓരോ വർഷവും പരീക്ഷ എഴുതുന്നത്. ജനുവരി സെഷനും ഏപ്രിൽ സെഷനും പരീക്ഷ എഴുതുന്ന കുട്ടികളാണ്. ഇനി നമുക്ക് 2025 ജനുവരി സെക്ഷനിലെ എക്സാമിന്റെ മാർക്കും, അതായത് 300-ലുള്ള മാർക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ 99% വന്നിരിക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം 10 ഷിഫ്റ്റ് ആയിട്ടാണ് ഫേസ് 1 നടന്നത്. അതിന്റെ അകത്ത് 99% വന്നിരിക്കുന്നത്. ഓരോ ഷിഫ്റ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 22-ാം തീയതിയിലെ ഫസ്റ്റ് ഷിഫ്റ്റ് വന്നിരിക്കുന്ന 158 ആണ് മാർക്ക് വന്നിരിക്കുന്നത് 99%. കഴിഞ്ഞ പ്രാവശ്യം ജനുവരി 22-നാണ് ആദ്യ പരീക്ഷ നടന്നത്. അതിൽ ആദ്യ ദിവസത്തെ പരീക്ഷയിൽ 158 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 99% കിട്ടിയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞത്തെ സെക്കൻഡ് ഷിഫ്റ്റില് 186 ആണ് 99% കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അടുത്ത 23-ാം തീയതിയിലേന് വന്നിരിക്കുന്ന 178 ആണ് 99% കട്ട് ഓഫ്. 23-ലെ സെക്കൻഡ് ഷിഫ്റ്റിന് 187 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 24-ലെ ഷിഫ്റ്റ് 1-ന് 181 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 24-ലെ ഷിഫ്റ്റ് 2-ന് 200 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 28-ലെ ഷിഫ്റ്റ് 1-ന് 148 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 28-ലെ ഷിഫ്റ്റ് 2-ന് 171 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 29-ലെ ഷിഫ്റ്റ് 1-ന് 174 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 29-ലെ ഷിഫ്റ്റ് 2-ന് 176 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 99% കിട്ടിയത് ഏറ്റവും കൂടിയ മാർക്ക് എന്ന് പറയുന്നത് 200 ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും ലീസ്റ്റ് മാർക്ക് വന്നിരിക്കുന്നത് 148 ആണ്. അതായത് 24th ഷിഫ്റ്റ് 2-ല് ഉച്ചയ്ക്ക് ശേഷം നടന്ന പരീക്ഷയ്ക്ക് കിട്ടിയത് ആ പരീക്ഷയായിരുന്നു ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ. ആ പരീക്ഷ 200 ആണ് 99% കിട്ടിയത്. ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 28th ഷിഫ്റ്റ് 1-ലാണ്. 148 ആൻഡ് എബോ ആ കിട്ടിയ 148 മോളിൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കെല്ലാം 99% വന്നിട്ടുണ്ട്. ഇനി 98% നമുക്ക് നോക്കിക്കഴിഞ്ഞാല് 177 ആണ് ഏറ്റവും കൂടിയ കട്ട് ഓഫ്. ലീസ്റ്റ് കട്ട് ഓഫ് 127. ഷിഫ്റ്റ് മാറുന്നില്ല, സെയിം തന്നെയാണല്ലോ 24th 28th. ഇനി 97% നോക്കിക്കഴിഞ്ഞാൽ 162 ആണ് ഹയസ്റ്റ്, 114 ആണ് ലോവസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി 96% നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് കട്ട് ഓഫ് 151, ലോവസ്റ്റ് 115 ആണ്. ഇനി 95% നോക്കിക്കഴിഞ്ഞാൽ 95 കിട്ടാനുള്ള കൂടിയ മാർക്ക് 142, കുറഞ്ഞ മാർക്ക് 96 ആണ്. ഇനി നമുക്ക് 90% കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് 110, ലോവസ്റ്റ് 72 ആണ്. ഇനി നമ്മുടെ 2025 ഇപ്പം പറഞ്ഞ പെർസെന്റേജ് സ്കോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക്, അതായത് 2 ജനുവരിയിലെയും ഏപ്രിലേയും കൂടെ പെർസെന്റേജ് സ്കോർ എടുത്തിട്ട് ബെസ്റ്റ് സ്കോർ എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്
അവർ കൊടുത്ത ഓൾ ഇന്ത്യ റാങ്ക് ആണ് ഇവിടെ കൊടുത്തത് കാണിച്ചിരിക്കുന്നത്. ഇപ്പം 99.9960501 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന ഓൾ ഇന്ത്യ റാങ്ക് 98 ആയിരുന്നു. 100 താഴെ വന്നു. 100 താഴെ വന്നു. ഇനി 99.90ക്ക് 1600 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത്. 99.50ന് 7750 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത്. 99%ന് 15,500 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത്. അപ്പൊ 99% കിട്ടുന്ന ആൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് 15,500 അല്ലെ? ആദ്യത്തെ 15,500 റാങ്ക് ഉണ്ടാവും 99% വരെ. കാരണം ഏകദേശം 15 ലക്ഷത്തോളം കുട്ടികളാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്താണല്ലോ ഇക്കാര്യങ്ങൾ വരുന്നത്. 98.50% വന്നപ്പം 23,000 ആണ് അവിടുത്തെ ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത്. 98% വന്നപ്പം 30,700 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത്. 97.50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് 38,250 ആണ്. 97%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 45,700 ആണ്. 95%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 75,250 ആണ്. ഒരു 93% ആയപ്പം ഏതാണ്ട് ഒരു 1 lakh പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു 90%ന് 1.5 lakh പ്ലസ് ആണ് വന്നിരിക്കുന്നത്. നിയർലി ചെറിയ വേരിയേഷൻസ് ഉണ്ട് എല്ലാത്തിലും, 1-2 അല്ലെ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. 90% 1.5 ലക്ഷത്തോളമാണ് ഓൾ ഇന്ത്യ റാങ്ക് കറസ്പോണ്ടിങ് ആയിട്ട്. കാരണം 15 ലക്ഷത്തിന്റെ ഇത് വെച്ചാണ് വരുന്നത് ഓരോ പെർസെന്റിൽ വരുമ്പോൾ. ഇപ്പൊ 99 മെമ്പർ റഫ്ലി നമ്മൾ 15,000 വരും. 98 വരുമ്പോൾ 30,000 പ്ലസ് വരും. 97 വരുമ്പോൾ 45,000 വരും. അതുപോലെ 95 വരുമ്പോൾ 75,000 പ്ലസ് വരും. 90% ആകുമ്പോൾ 1,50,000 പ്ലസ് ആണ് വരുന്നത്. ഒരു 15,000 റേഞ്ചാണ് വരുന്നത്. കാരണം 14,70,000 സെയിം ആയിട്ട് വരുന്ന കുറച്ച് വരുമ്പോഴാണ് ചെറിയ വേരിയേഷൻസ് വരുന്നത്. ഇനി നമുക്ക് JMAന്റെ ഈ റാങ്ക് വെച്ച് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുമെന്നതിനെ കുറിച്ചുകൂടെ നോക്കാം. അതിന്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ? 31 NITs നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്ലസ് IIEST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഷിപ്പൂർ കൽക്കട്ട, അങ്ങനെ 32 സ്ഥാപനങ്ങളിലായിട്ട് 25,000 പ്ലസ് സീറ്റ്സ്. 26 IIITs ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജികളിലായിട്ട് 10,000 പ്ലസ് സീറ്റ്സ്. 44 GFTIs ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് 10,000 പ്ലസ് സീറ്റ്സ്. 5 IIITs അതായത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഹൈദരാബാദ്, ബാംഗ്ലൂര്, ഭുവനേശ്വർ, റായ്പൂർ, പൂനെ. അടുത്ത DTU, NSUT, IGDTUW, IIITD, DSEU, ICT, NFSC, ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ എൻട്രി, ബിടെക് എൻട്രി, ISI, IIT മാൻഡിയുടെ IMBA ഇന്ത്യ 5-year ഇന്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം, JMI, അമൃത, ശാസ്ത്ര യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റി, LPU, DAIICT, AIT, UPES തുടങ്ങിയ സ്ഥാപനങ്ങൾ. അതുപോലെ IIM സാമ്പൽപൂർ, BS ഇൻ ഡേറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അങ്ങനെ മൊത്തം ഒരു 60,000 സീറ്റുകളിലേക്കാണ് JEE മെയിന്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്ത് അഡ്മിഷൻസ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. അതായത് കഴിഞ്ഞ വർഷത്തെ 2025 JMAന്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ കിട്ടി അതിനുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. ജോസയുടെ 6ാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞുള്ള ലാസ്റ്റ് റാങ്ക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഹോം സ്റ്റേറ്റ് NIT അല്ലെ, NIT കാലിക്കട്ടിലെ കോഴ്സുകളെ കുറിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പം NIT കാലിക്കട്ടിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. നമുക്കറിയാം ഹോം സ്റ്റേറ്റ് കോട്ടയാണ്. HS വെച്ചാണ് ഹോം സ്റ്റേറ്റ് കോട്ട. ഹോം സ്റ്റേറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണോ +2 പഠിച്ചത് അതാണ് ഹോം സ്റ്റേറ്റ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ +2 പഠിച്ചവരുടെ എല്ലാം ഹോം സ്റ്റേറ്റ് കേരളയാണ്. അത് വെച്ച് NIT കാലിക്കട്ടിൽ 50% സീറ്റാണ്. എല്ലാ NITകളിലും 50% ഹോം സ്റ്റേറ്റും 50% അതർ സ്റ്റേറ്റുമാണ്. നമ്മൾ NIT കാലിക്കറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന കേരളത്തിൽ +2 പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് ഹോം സ്റ്റേറ്റ് വെച്ചാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അവിടെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. 8,428 ആണ് ക്ലോസിംഗ് റാങ്ക്. അതിന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് സ്കോർ എന്ന് പറഞ്ഞാൽ 99.45% ആണ് വരുന്നത്. ഇനി ഓപ്പൺ ഫീമെയിൽ ഉള്ളി. നമുക്കറിയാം NITകളിലും IITകളിലും എല്ലാം ഗേൾസിന് 20% സൂപ്പർ ന്യൂമറി സീറ്റ്സ് ഉണ്ട്. അവിടെ വന്നിരിക്കുന്ന ക്ലോസിംഗ് റാങ്ക് ഫീമെയിലിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 12,242 ആണ്. കറസ്പോണ്ടിങ് പെർസെന്റേജ് സ്കോർ എന്ന് പറഞ്ഞാൽ 99.21% ആണ്. ഈ കാണിക്കുന്ന ഓൾ ഇന്ത്യ റാങ്ക് എല്ലാം നമ്മൾ കാണിച്ചിരിക്കുന്ന ക്ലോസിംഗ് റാങ്ക് ആണ്. ക്ലോസിംഗ് റാങ്ക് ആണ് ഓൾ ഇന്ത്യ ക്ലോസിംഗ് റാങ്ക്. അതുപോലെ തന്നെ EWS കാറ്റഗറിയുടെ EWS, OBC, NCL, SC, ST എല്ലാം നമ്മൾ കാണിച്ചിരിക്കുന്ന അവരുടെ കറസ്പോണ്ടിങ് കാറ്റഗറി റാങ്ക് ആണ്. അപ്പം EWSന്റെ കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലോസിംഗ് റാങ്ക്
7037 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് എടുത്തു കഴിഞ്ഞാൽ അത് 50,239 ആണ്. അതുപോലെ പെർസെൻറ്റേജ് സ്കോർ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 96.69% ആണ്. OBC NCL ആണെങ്കിൽ അവരുടെ കാറ്റഗറി ക്ലോസിംഗ് റാങ്ക് 2881 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് 12,512 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ ആണെങ്കിൽ 99.19 ആണ്. ഇനി SC കാറ്റഗറി ആണെങ്കിൽ അവരുടെ ക്ലോസിംഗ് റാങ്ക് 4,674 ആണ്. അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് അറൗണ്ട് 1,15,000 ആണ്. പെർസെൻറ്റേജ് സ്കോർ 93.77 ആണ്. ST കാറ്റഗറിയെ സംബന്ധിച്ച് അവരുടെ കാറ്റഗറി ക്ലോസിംഗ് റാങ്ക് 655 ആണ്. അവരുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഓൾ ഇന്ത്യ റാങ്ക് 81,081 ആണ്. പെർസെൻറ്റേജ് സ്കോർ 94.76 ആണ്. ഇതാണ് കമ്പ്യൂട്ടർ സയൻസ് NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസിന് ഓരോ കാറ്റഗറിയിലും നമ്മൾ കാണിച്ചിരിക്കുന്ന ക്ലോസിംഗ് റാങ്ക്. ഈ റാങ്കിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ECയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജനറൽ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വരുന്ന 12,693 ആണ്. എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് 99.17. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ ആണെങ്കിൽ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 16,350 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന 98.94% ആണ്. EWS കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 13,054 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ 91,489 ആണ്. അതിന്റെ പെർസെൻറ്റേജ് സ്കോർ 93.88 ആണ്. OBC NCL ആണെങ്കിൽ ക്ലോസിംഗ് റാങ്ക് 4,292 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 17,442 ആണ്. പെർസെൻറ്റേജ് സ്കോർ 98.87. SC കാറ്റഗറി സംബന്ധിച്ച് അവരുടെ ക്ലോസിംഗ് റാങ്ക് 5,430 ആണ്. അറൗണ്ട് ഓൾ ഇന്ത്യ റാങ്ക് 1,25,000 ആണ്. 92.76 ആണ് പെർസെൻറ്റേജ് സ്കോർ. ST കാറ്റഗറിയെ സംബന്ധിച്ച് 2,276 ആണ് അവിടെ ക്ലോസിംഗ് റാങ്ക്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് 1,94,147 ആണ്. 87.05 ആണ് പെർസെൻറ്റേജ് സ്കോർ. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ക്ലോസിംഗ് റാങ്ക് ആണ് ഓരോ കാറ്റഗറിയിലെയും ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ട്രിപ്പിളി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്ക് പോയാൽ അവിടെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറഞ്ഞാൽ 16,349 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ 98.94 ആണ്. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 19,667 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ 98.72 ആണ്. EWS കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 18,532 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.20 ലാക്ക് ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് പെർസെൻറ്റേജ് സ്കോർ 91.58 ആണ്. അത് OBC NCLലേക്ക് വരുമ്പോഴത്തേക്കും 5,091 ആണ് അവിടെ ക്ലോസിംഗ് റാങ്ക്. കറസ്പോണ്ടിങ് ആയിട്ട് ഓൾ ഇന്ത്യ റാങ്ക് 20,000 അറൗണ്ട് ആണ്. 98.68 ആണ് പെർസെൻറ്റേജ് സ്കോർ. SC കാറ്റഗറിക്കാരെ സംബന്ധിച്ച് 9,485 ആണ് ക്ലോസിംഗ് റാങ്ക്. അറൗണ്ട് 1.9 ലാക്ക് ആണ്. പെർസെൻറ്റേജ് സ്കോർ 86.72 ആണ്. ST കാറ്റഗറിയിൽ അത് 4,781 ആണ് അവിടെ ക്ലോസിംഗ് റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം 3.3 ലാക്ക് ആണ്. 77.68 ആണ് പെർസെൻറ്റേജ് സ്കോർ എന്ന് പറയുന്നത്. മൊത്തം 12 ബ്രാഞ്ചുകളാണ് NIT കാലിക്കറ്റിലുള്ളത്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആയി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയി, ട്രിപ്പിളി ആയി. അടുത്ത് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോകാം. അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 21,336 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ എന്ന് പറഞ്ഞാൽ 98.61 ആണ്. ഓപ്പൺ ഫീമെയിൽ ഉള്ളിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 36,632 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ 97.61 ആണ്. EWS കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 32,461 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്ന 2.2 ലാക്ക് ആണ്. 85.10 ആണ് പെർസെൻറ്റേജ് സ്കോർ. OBC NCL 6,859 ആണ് ക്ലോസിംഗ് റാങ്ക്. അറൗണ്ട് 25,000 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. 98.31 പെർസെൻറ്റേജ് സ്കോർ. SC കാറ്റഗറിയിൽ 12,460 ആണ് ക്ലോസിംഗ് റാങ്ക്. അറൗണ്ട് 2.2 ലാക്ക് ആണ് ഓൾ ഇന്ത്യ റാങ്ക്. 85.04 പെർസെൻറ്റേജ് സ്കോർ. ST കാറ്റഗറിയെ സംബന്ധിച്ച് 15,478 ആണ് ക്ലോസിംഗ് റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് 14 ലാക്ക് അറൗണ്ട് ആണ്. പെർസെൻറ്റേജ് സ്കോർ വളരെ കുറവാണ്. കാരണം റാങ്ക് താന്നു അനുസരിച്ച് അറിയാലോ. അടുത്തത് നമുക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സിലേക്ക് പോകാം. അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 21,952 ആണ്.
കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ 98.57 ആണ്. ഫീമെയിൽ ഒള്ളി അവരുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 24,211 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ 98.43 ആണ്. ഇനി EWS കാറ്റഗറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 43,243 ആണ്. അവിടെ ഓൾ ഇന്ത്യ റാങ്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിയർലി 3 lakh ആണ് വരുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് 79.51 ആണ്. OBC NCL 9,160 ആണ് അവിടെ ക്ലോസിംഗ് റാങ്ക്. 33,200 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. 97.83 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ. SC കാറ്റഗറിയിൽ 4,777 ആണ് ലാസ്റ്റ് റാങ്ക്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് 1.2 lakh അറൌണ്ട് ആണ്. നിയർലി 93.63 ആണ് പെർസെൻറ്റേജ് സ്കോർ. ST കാറ്റഗറിയിൽ അവരുടെ കാറ്റഗറി ക്ലോസിംഗ് റാങ്ക് 18,652 ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിനുള്ള ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. അടുത്ത കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോയാൽ അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 26,665 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ 98.26 ആണ്. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 36,757 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ 97.61 ആണ്. ഇനി EWS കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 36,652 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് നിയർലി 2.5 lakh ആണ്. അതുപോലെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ 82.98 ആണ്. OBC NCL ആകുമ്പോൾ 8,587 ആണ് ക്ലോസിംഗ് റാങ്ക്. അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഓൾ ഇന്ത്യ റാങ്ക് 31,600 97.93 ആണ് പെർസെൻറ്റേജ് സ്കോർ. SC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 15,820 ആണ് ക്ലോസിംഗ് റാങ്ക്. അറൌണ്ട് 2.8 lakh 78.91% ആണ്. ST കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അവിടെ ക്ലോസിംഗ് റാങ്ക് 22,244 ആണ് അവിടെ കാറ്റഗറി റാങ്ക്. അതായത് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ST കാറ്റഗറിയുടെ ക്ലോസിംഗ് ആയിട്ടുള്ള കാറ്റഗറി റാങ്ക് 22,244 ആണ്. ഇനി നമുക്ക് എനർജി എഞ്ചിനീയറിംഗിലേക്ക് പോകാം. അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 29,616 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ 98.06 ആണ്. ഇനി ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 44,450 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ 97.05 ആണ്. EWS കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 45,991 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്താൽ 3.2 lakh ആണ് നിയർലി വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 78.66 ആണ്. OBC NCL കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 10,531 ആണ് ക്ലോസിംഗ് റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് 37,430 ആണ്. 97.55% സ്കോർ. SC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 13,030 ആണ് ക്ലോസിംഗ് റാങ്ക്. നിയർലി 2.4 lakh ആണ് ഓൾ ഇന്ത്യ റാങ്ക്. 82.63 ആണ് പെർസെൻറ്റേജ് സ്കോർ. ഇനി നമുക്ക് പ്രൊഡക്ഷൻ എഞ്ചിനിലേക്ക് പോകാം. അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 36,474 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ 97.61. ഇനി ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയിലാകുമ്പോൾ അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 41,763 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ 97.27%. ഇനി EWS കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 75,104 ആണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് എടുത്താൽ നിയർലി 5 lakh ആണ്. അതുപോലെ പെർസെൻറ്റേജ് സ്കോർ 67.33 ആണ്. OBC NCLലേക്ക് വരുമ്പോഴത്തേക്കും 12,387 ആണ് ക്ലോസിംഗ് റാങ്ക്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് 43,106 ആണ്. 97.12% ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അതുപോലെ SC കാറ്റഗറിയെ സംബന്ധിച്ച് 14,846 ആണ് ക്ലോസിംഗ് റാങ്ക്. നിയർലി 2.9 lakh ആണ് ഓൾ ഇന്ത്യ റാങ്ക്. 80.21% ആണ്. ST കാറ്റഗറിയിലെ ക്ലോസിംഗ് റാങ്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ക്ലോസിംഗ് റാങ്ക് 28,907 ആണ്. മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലേക്ക് പോയാൽ അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 38,319 ആണ്. പെർസെൻറ്റേജ് സ്കോർ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 97.48 ആണ്. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വരുന്ന 40,202 ആണ്. അവിടുത്തെ പെർസെൻറ്റേജ് സ്കോർ വരുന്ന 97.37 ആണ്. അതുപോലെ EWS കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ക്ലോസിംഗ് റാങ്ക് വരുന്ന 77,284 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് എടുത്താൽ നിയർലി 5.5 lakh ആണ് വരുന്നത്. അവിടുത്തെ പെർസെൻറ്റേജ് സ്കോർ 63.66 ആണ്. OBC NCLലേക്ക് വരുമ്പോൾ 12,068 ആണ് ക്ലോസിംഗ് റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് കറസ്പോണ്ടിങ് ആയിട്ട് 42,095 ആണ്. 97.25% സ്കോർ വേണം.
അതുപോലെ SC കാറ്റഗറിയെ സംബന്ധിച്ച് 15,845 ആണ് ക്ലോസിംഗ് റാങ്ക്. അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിയർലി 3 ലാക്കാണ്. 78.87% ആണ് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് റാങ്ക് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബയോടെക്നോളജിയിലേക്ക് പോകാം. ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 41,439 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ എടുത്താൽ 97.29% ആണ്. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വരുന്ന 44,519 ആണ്. പെർസെൻറ്റേജ് സ്കോർ 97.08 ആണ്. EWS കാറ്റഗറിയിലേക്ക് പോയാൽ അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് വരുന്ന 89,041 ആണ്. അവിടുത്തെ ഓൾ ഇന്ത്യ റാങ്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് നിയർലി 6.2 ലാക്ക് ആണ്. അതുകൊണ്ട് പെർസെൻറ്റേജ് സ്കോർ ആണെങ്കിലും 58.66 ആണ് വരുന്നത്. OBC NCLലേക്ക് വരുമ്പോൾ 13,267 ആണ് ക്ലോസിംഗ് റാങ്ക്. കറസ്പോണ്ടിങ് ആയിട്ട് ഓൾ ഇന്ത്യ റാങ്ക് 45,826 ആണ്. 96.99 ആണ് പെർസെൻറ്റേജ് സ്കോർ. SC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ക്ലോസിംഗ് റാങ്ക് 14,241 ആണ്. നിയർലി 2.8 ലാക്കാണ് ഓൾ ഇന്ത്യ റാങ്ക്. 81.01 ആണ് പെർസെൻറ്റേജ് സ്കോർ. ST കാറ്റഗറിയുടെ ബയോടെക്നോളജിയുടെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 30,271 ആണ്. ഇനി സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് പോയാൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 41,708 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ 97.27 ആണ്. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 41,612 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ 97.19 ആണ്. EWS കാറ്റഗറിയിലേക്ക് പോയാൽ ക്ലോസിംഗ് റാങ്ക് 73,713 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് നിയർലി 5 ലാക്ക് ആണ്. അതുകൊണ്ട് പെർസെൻറ്റേജ് സ്കോർ 67.33 ആണ്. OBC NCLലേക്ക് വരുമ്പോഴത്തേക്കും 13,847 ആണ് ക്ലോസിംഗ് റാങ്ക്. കറസ്പോണ്ടിങ് ആയിട്ട് ഓൾ ഇന്ത്യ റാങ്ക് 47,592 ആണ്. 96.86 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കോർ. SC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 16,350 ആണ് ക്ലോസിംഗ് റാങ്ക്. നിയർലി 3.2 ലാക്കാണ് ഓൾ ഇന്ത്യ റാങ്ക്. 78.2 ആണ് പെർസെൻറ്റേജ് സ്കോർ. ST കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 32,066 ആണ്. സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്ലോസിംഗ് ആയിട്ടുള്ള ST കാരുടെ കാറ്റഗറി റാങ്ക്. ഇതെല്ലാം ജോസയുടെ 6ാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞുള്ള ലാസ്റ്റ് റാങ്ക് ആണ്. അങ്ങനെ 11 ബിടെക് കോഴ്സുകളാണ് നമുക്കറിയാം NIT കാലിക്കറ്റിലുള്ളത്. അതിന്റെ ജോസയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 6ാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഞങ്ങളിവിടെ പ്രതിപാദിച്ചത്. ഇനി നമുക്ക് അവിടെ ഒരു കോഴ്സും കൂടെ ഉണ്ട്. BR കോഴ്സാണ്, 5 ഇയർ BR കോഴ്സ്. അതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കൂടെ നമുക്കൊന്ന് കാണാം. BR കോഴ്സ് 5 ഇയറിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 241 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ 99.66 ആണ്. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 33 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ 99.80 ആണ്. EWS കാറ്റഗറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 3,310 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് നിയർലി 7,000 ആണ്. കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് സ്കോർ നിയർലി 88 ആണ്. OBC NCLലേക്ക് വരുമ്പോഴത്തേക്കും കാറ്റഗറി റാങ്ക് 85 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് നിയർലി 340 ആണ്. 99.50 ആണ്. SC കാറ്റഗറിയിലെ ആർക്കിടെക്ചറിനുള്ള ക്ലോസിംഗ് റാങ്ക് 222 ആണ്. 94% ആണ് നിയർലി വരുന്നത്. നമ്മളിവിടെ ലാസ്റ്റ് റാങ്ക് നമ്മൾ പരിശോധിച്ചപ്പോൾ EWS കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ കാറ്റഗറി റാങ്ക് ഒക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതിന്റെ ക്രൈറ്റീരിയ നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ആർക്കാണ് EWS കിട്ടുന്നതെന്നുള്ളത്. കാരണം നമുക്കറിയാം EWS സ്റ്റേറ്റിന്റെയും സെൻട്രൽ പർപ്പസിന്റെയും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് തഹസീൽദാരുടെ EWS സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതിനുള്ള 3-4 ക്രൈറ്റീരിയ ആണ് ഉള്ളത്. അതിന്റെ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം, കുടുംബത്തിന്റെ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയായിരിക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്രൈറ്റീരിയ. ആർക്കാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SC ST OBC അങ്ങനെയുള്ള സംവരണം ഇല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ പറ്റിയല്ല. യാതൊരുവിധ സാമുദായിക സംവരണവും ഇല്ലാത്തവര് എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ ആൾക്കാർക്കൊക്കെയാണ് ഇത് കിട്ടുന്നത്. അതായത് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നയിക്കുന്ന ആൾക്കാർക്കാണ് EWSന് അർഹതയുള്ളത്. അപ്പൊ അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ കണ്ടീഷൻസ് ഉണ്ട് അല്ലെ? അതാണ് ഇത് കിട്ടാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. EWS കൊടുക്കുന്നതാരാ? കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വെച്ചാണ് കിട്ടുന്നത്. അതിനുള്ള കണ്ടീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ആർക്കാണ് കിട്ടിയല്ലാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 ഏക്കറിൽ കൂടുതൽ ലാൻഡ് ഉള്ളൂ, അഗ്രികൾച്ചർ ലാൻഡ് 5 ഏക്കറിൽ കൂടുതലുണ്ടെങ്കിൽ കിട്ടിയല്ല. വീട് 1000 സ്ക്വയർ ഫീറ്റ് കൂടുതലാണ് കിട്ടിയല്ല. റെസിഡൻഷ്യൽ പ്ലോട്ട് വീട്ടിരിക്കുന്ന സ്ഥലം മുനിസിപ്പാലിറ്റിയിലാണ് 2 സെന്റിൽ കൂടുതലുണ്ടെങ്കിൽ കിട്ടിയല്ല.
ബാക്കി പഞ്ചായത്തിലൊക്കെയാണ് 4 സെന്റ് കൂടുതലുണ്ടെ കിട്ടിയല്ല. വീടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് വീടിരിക്കുന്ന സ്ഥലം പരമ്പരാഗതമായ തോട്ടം മേഖലയിലാണെങ്കിൽ വീടിന് ചുറ്റുമുള്ള സ്ഥലം കൃഷി സ്ഥലമായിട്ട് കണക്കാക്കുന്നതാണ്. അതുകൊണ്ട് ആ ലാസ്റ്റ് കേസിൽ പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് നമ്മളെ സംബന്ധിച്ച് ഇത് കിട്ടാത്തതിന്റെ കാര്യം കേരളത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. EWS വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂരിഭാഗം പേരുടെയും വീടുകൾ 1000 സ്ക്വയർ ഫീറ്റ് കൂടുതലാണ്. അതാണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അവിടെ പെർസെൻറ്റേജ് സ്കോർ കുറഞ്ഞ പെർസെൻറ്റേജിലാണേലും അർഹതയുള്ളവർ വില്ലേജ് ഓഫീസർ വഴി തഹസീൽദാരെ സമീപിച്ച് കിട്ടാവുന്നവർ അത് മേടിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് അടുത്തതായിട്ട് ടോപ്പ് NIT-കളിലെ കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലോസിംഗ് റാങ്കുകളൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം ഫസ്റ്റ് NIT ട്രിച്ചിയിലാണ്. അവിടെ നമുക്കറിയാം കേരളത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് NIT കാലിക്കറ്റിൽ ഒഴിച്ച് ബാക്കി എല്ലാ NIT-കളിലും അതർ സ്റ്റേറ്റ് കോട്ടയിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. നമ്മൾ അതാണ് OS അതർ സ്റ്റേറ്റ് കോട്ടയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് NIT ട്രിച്ചിയിലാണ്. NIT ട്രിച്ചിയിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 1449 ആണ്. ഓപ്പൺ ഫീമെയിൽ ഉള്ളി വരുമ്പോൾ 2599 ആണ് ക്ലോസിംഗ് റാങ്ക്. EWS വരുമ്പോൾ 257 ആണ്. OBC NCയിൽ വരുമ്പോൾ 434 ആണ്. SC കാറ്റഗറിയിൽ 283 ആണ്. ST കാറ്റഗറിയിൽ 64 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാറ്റഗറി റാങ്ക് ക്ലോസിംഗ് ആയിട്ടുള്ളത്. അടുത്ത NIT സൂറത്കലിലേക്ക് പോയാൽ അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 1827 ആണ്. ഓപ്പൺ ഫീമെയിൽ ഉള്ളി ആകുമ്പോൾ 3986 ആണ്. ബാക്കി എല്ലാം നമുക്ക് നോക്കി മനസ്സിലാക്കുക. NIT വാറങ്കലിലേക്ക് പോയാൽ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 2409 ആണ്. ഫീമെയിൽ ആണെങ്കിൽ 4938 ആണ്. അടുത്തത് നമുക്ക് NIT റൂർക്കലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അതർ സ്റ്റേറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന ക്ലോസിംഗ് റാങ്ക് ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 3431. ഫീമെയിൽസിന്റേത് 5524 ആണ്. അടുത്ത NIT അലഹബാദിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അതർ സ്റ്റേറ്റ് കോട്ടയിൽ ഓപ്പൺ കാറ്റഗറി വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് 4594 ആണ്. ഫീമെയിൽസിന്റേത് 10173 ആണ്. അതുപോലെ NIT ജയ്പൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 5601 ആണ്. ഫീമെയിൽസിന്റേത് 8485 ആണ്. അടുത്ത NIT നാഗ്പൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 6359 ആണ്. ഫീമെയിൽസിന്റെ 11732 ആണ്. NIT ദുർഗാപൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 9836 ആണ്. ഫീമെയിൽസിന്റെ 16484 ആണ് ക്ലോസിംഗ് റാങ്ക്. NIT സിൽച്ചാറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 12665 ആണ്. ഫീമെയിൽസിന്റെ 22468 ആണ്. ബാക്കി ഓരോ EWS OBC SC ST കാറ്റഗറിയിൽ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും. അടുത്ത നമുക്ക് EC-ലോട്ട് പോയി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ക്ലോസിംഗ് റാങ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെയും അതേ അതർ സ്റ്റേറ്റ് കോട്ടയുടെ ക്ലോസിംഗ് റാങ്ക് ആണ്. NIT ട്രിച്ചിയിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 3283. ഫീമെയിൽസിന്റെ 6458 ആണ്. NIT സൂറത്കലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 4347. ഫീമെയിൽസ് 7008. NIT വാറങ്കൽ 5057. ഫീമെയിൽസ് 8861. NIT റൂർക്കലയുടെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 5785. ഫീമെയിൽസിന്റെ 10842 ആണ്. NIT അലഹബാദിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 8532. ഫീമെയിൽസിന്റെ ക്ലോസിംഗ് റാങ്ക് 14971 ആണ്. NIT ജയ്പൂരിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 9667. ഫീമെയിൽസിന്റേത് 15895 ആണ്. അടുത്ത NIT നാഗ്പൂരിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 10545. ഫീമെയിൽസിന്റെ 16938 ആണ്. NIT ദുർഗാപൂരിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 13888. ഫീമെയിൽസിന്റെ 21668. അടുത്ത NIT സിൽച്ചാറിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 18068. ഫീമെയിൽസ് 31185. അടുത്ത നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രിപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ NIT-യിലും ഇല്ല. അവിടുത്തെ NIT ട്രിച്ചിയിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 5637. ഫീമെയിൽസിന്റെ 10135 ആണ്. NIT സൂറത്കലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 6872. ഫീമെയിൽസിന്റെ 11234 ആണ് ക്ലോസിംഗ് റാങ്ക്. NIT വാറങ്കലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 7788. ഫീമെയിൽസിന്റെ 14231. NIT നാഗ്പൂർ
ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 15,125. ഫീമെയിൽസിന്റെ ക്ലോസിംഗ് റാങ്ക് 22,683 ആണ്. NIT ഗോവയിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 23,358. ഫീമെയിൽസിന്റെ 33,936. NIT ആന്ധ്രാപ്രദേശിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 34,448. ഫീമെയിൽസിന്റെ 46,905 ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് EWS, OBC, SC, ST കാറ്റഗറിയെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അടുത്ത നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് NIT ട്രിച്ചിയിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 8,339. ഫീമെയിൽസിന്റെ 18,071. NIT സൂറത്കലിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 11,950. ഫീമെയിൽസ് 20,174. NIT വാറങ്കലിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 14,037. ഫീമെയിൽസിന്റെ 23,427. NIT റൂർക്കല 15,035. 27,489 ആണ് ഫീമെയിൽസിന്റെ ക്ലോസിംഗ് റാങ്ക്. NIT അലഹബാദ് 19,897. ഫീമെയിൽസിന്റെ 34,280. NIT ജയ്പൂർ 20,213. ഫീമെയിൽസ് 33,767. NIT നാഗ്പൂർ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 21,612. ഫീമെയിൽസിന്റെ 37,866 ആണ് ക്ലോസിംഗ് റാങ്ക്. NIT ദുർഗാപൂർ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 29,158. ഫീമെയിൽസിന്റെ 47,565. NIT സിൽച്ചാറിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 34,130. ഫീമെയിൽസിന്റെ ക്ലോസിംഗ് റാങ്ക് 55,677. ബാക്കി കാറ്റഗറികൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അടുത്ത എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. അധികം NIT ഇല്ല, ഒരു NIT മാത്രമേ ഉള്ളൂ. NIT ഡൽഹിയിലും അതുപോലെ തന്നെ NITക്ക് തുല്യമായ ഒരു സ്ഥാപനം നമ്മൾ പറഞ്ഞായിരുന്നു, IIEST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഷിപ്പൂർ, കൽക്കട്ട. ആ രണ്ട് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ GFTI, ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലും രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റിയിലുമാണ് ഈ കോഴ്സ് ഉള്ളത്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് 4-year BTech പ്രോഗ്രാം. അതിന്റെ അഡ്മിഷനും നമ്മുടെ ജെയ്മെന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് റാങ്ക് നോക്കാം. NIT ഡൽഹിയിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 13,389 ആണ്. ഫീമെയിൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 17,050 ആണ്. അടുത്ത IIESTയിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 26,492. കറസ്പോണ്ടിങ് ആയിട്ട് ഫീമെയിൽസിന് 46,348 ആണ്. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 32,732. അവിടെ ഫീമെയിൽസിന് ജനറൽ കാറ്റഗറി അല്ലാതെ ഫീമെയിൽ ഉള്ളി സീറ്റ് ഉള്ളത് IITകളിലും NITകളിലും IIITകളിലുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്യാപ്പ് കാണിച്ചിരിക്കുന്നത്. അതെ, രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി അമേത്തിയിലാണ്. അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 66,956. EWS 11,132 ആണ്. ഇനി നമ്മൾ IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മുടെ സ്വന്തം IIIT കോട്ടയം പാലയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. അവിടെ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലാണ് അഡ്മിഷൻ. HS, OS. നമുക്ക് ബാക്കി NITകളിലെ പോണക്ക് HS, OS ഇല്ല. ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് അഡ്മിഷൻസ്. അതായത് ഓൾ ഇന്ത്യ റാങ്കിനെ ബേസ് ചെയ്താണ് എല്ലാ അഡ്മിഷൻസും നടക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ആണ്. അവിടെ ഓപ്പൺ കാറ്റഗറി വന്നിരിക്കുന്ന ക്ലോസിംഗ് റാങ്ക് 32,780 ആണ്. ഫീമെയിൽസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസിംഗ് റാങ്ക് 40,254 ആണ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 4-year BTech ആണ്. അവിടുത്തെ ഓൾ ഇന്ത്യ റാങ്ക് ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വരുന്ന 40,217 ആണ്. ഫീമെയിൽസിന്റേത് 48,030 ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി ഉണ്ട്. അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 40,718 ആണ്. ഫീമെയിൽ കാറ്റഗറിയുടെ 46,805 ആണ് ലാസ്റ്റ് റാങ്ക്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അത് ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 41,402 ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഫീമെയിൽസിന്റെ 50,151 ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അലഹബാദിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. അവിടെ IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 6,094 ആണ്. ഫീമെയിൽസിന്റെ 11,465. ഇൻഫർമേഷൻ ടെക്നോളജി ബിസിനസ് ഇൻഫോർമാറ്റിക്സിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 6,150. ഫീമെയിൽസിന്റെ 11,681. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 8,050. ഫീമെയിൽസിന്റെ 15,247 ആണ്. അടുത്ത് നമുക്ക് IIIT കാഞ്ചീപുരം ഒന്ന് മനസ്സിലാക്കാം. കമ്പ്യൂട്ടർ സയൻസിന്റെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 19,069.
ഫീമെയിൽസിൻ്റെത് 23,168 ആണ് ക്ലോസിംഗ് റാങ്ക്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 25,834 ആണ്. ഫീമെയിൽസിൻ്റെത് 36,083 ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് 39,727 ആണ്. അടുത്ത നമുക്ക് IIIT ജബൽപൂർ ഒന്ന് കാണാം. അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 14,787 ആണ്. ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന ഫീമെയിൽസിൻ്റെത് 23,196 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 18,809 ആണ്. ഫീമെയിൽസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 30,693 ആണ്. അടുത്ത നമുക്കൊരു IIIT ഗ്വാളിയാറും കൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന ഓപ്പൺ കാറ്റഗറിയുടെ 9,527 ആണ്. ഫീമെയിൽസിന്റെ ക്ലോസിംഗ് റാങ്ക് 15,152 ആണ്. മാത്തമാറ്റിക്സ് ആൻഡ് സയന്റിഫിക് കമ്പ്യൂട്ടിംഗിന്റെ ലാസ്റ്റ് റാങ്ക് ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 11,710 ആണ്. ഫീമെയിൽസിന്റെ 19,775 ആണ്. ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 17,366. ഫീമെയിൽസിന്റെ 27,081. ഇനി ഒരു IIIT കൂടെ മനസ്സിലാക്കാൻ. IIIT ഗുവാഹട്ടിയിലെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 22,739 ആണ്. ഫീമെയിൽസിന്റെ 34,504 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 30,554 ആണ്. ഫീമെയിൽസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 39,532 ആണ് ക്ലോസിംഗ് റാങ്ക്. ഇനി നമുക്ക് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ജെഇമെയിന്റെ റാങ്ക് വെച്ച് തന്നെയാണ് അവിടെ അഡ്മിഷൻ നടക്കുന്നത്. ആ രണ്ട് സ്ഥാപനങ്ങളിലും കൂടെ നമുക്ക് ലാസ്റ്റ് റാങ്ക് നോക്കാം. അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 4-year ബിടെക് കോഴ്സ് ആണ്. അവിടുത്തെ ലാസ്റ്റ് റാങ്ക് കോമൺ പൂളിലെ ജനറൽ റാങ്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന 3,104 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ഫീമെയിൽസിന്റെ 3,865 ആണ് ക്ലോസിംഗ് റാങ്ക്. ഗേൾസിന് അവിടെ 25% സീറ്റ് റിസർവേഷൻ ഉണ്ട്. 25%. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ഓപ്പൺ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 6,307 ആണ്. ഗേൾസിന്റെ 7,008 ആണ് ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത്. IIIT ഹൈദരാബാദിന്റെ 4-year ബിടെക് കോഴ്സ് ആണ്. 4-year കമ്പ്യൂട്ടർ സയൻസിന്റെയും ഇലക്ട്രോണിക്സിന്റെയും ലാസ്റ്റ് റാങ്ക് ആണ് കാണിച്ചത്. ജെഇമെയിൻ വെച്ച് അഡ്മിഷൻ. അടുത്ത നമുക്ക് IIIT ബാംഗ്ലൂര് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ബാംഗ്ലൂര് കമ്പ്യൂട്ടർ സയൻസിന്റെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 5,516 ആണ്. ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 6,855 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് റാങ്ക് 7,222 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. നമ്മൾ ജെഇമെയിന്റെ പരീക്ഷകളെക്കുറിച്ചും അതിന്റെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്, NIT-കളിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള ലാസ്റ്റ് റാങ്ക്, ക്ലോസിംഗ് റാങ്ക് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. NIT മാത്രമല്ല IIIT-കൾ അല്ലെ, GFTS അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. ഇത് വെച്ച് ഇനി നമുക്ക് ജെഇമെയിന്റെ സ്കോർ വെച്ച് ഇനിയും മെയിനായിട്ടുള്ളത് IIT-കളിലേക്കുള്ള ഒരു കട്ട് ഓഫ് ആണ്. അപ്പോൾ 2025 ജെഇമെയിന്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് അല്ലെങ്കിൽ പെർസെൻറ്റേജ് സ്കോർ വെച്ച് 2025 IIT-കളിലേക്കുള്ള കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു കൂടി നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറി ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്ന 93.10% ആയിരുന്നു. OBC NCL കാറ്റഗറിയുടെ 79.43%, EWS കാറ്റഗറിയുടെ 80.38%, SC കാറ്റഗറിയുടെ 61.15%, ST കാറ്റഗറിയുടെ 47.90%. അപ്പോൾ ഈ പെർസെൻറ്റേജിലുള്ള ഓപ്പൺ കാറ്റഗറിയിൽ 93.10% ആൻഡ് എബോവ് ഉള്ളവർക്ക് 2025 ഈ അഡ്വാൻസ്ഡ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള മിനിമം കട്ട് ഓഫ് ആണ്. അപ്പോൾ നമ്മൾ ജെഇമെയിന്റെ ഒരു ജനറൽ ഇൻഫർമേഷൻ 2025 ഒരു ജനറൽ ഇൻഫർമേഷൻ ഞങ്ങൾ ഷെയർ കഴിഞ്ഞു. ഇനി 2026 ജെഇമെയിന്റെ ഇൻഫർമേഷൻസുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ വർഷത്തെ ജെഇമെയിന്റെ നോട്ടിഫിക്കേഷൻസ് ഒരു നവംബർ മാസത്തോടുകൂടി ജെഇമെയിന്റെ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസുമായിട്ട് നമ്മുടെ ബ്രില്യൻ പാലയുടെ ജെഇ ചാനൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.